किसी भी चीज का सकारात्मक और नकारात्मक, पॉजिटिव और नेगेटिव बोलना हमारा आदत बन गया है इस जमाने में। तो बच्चों, इस वीडियो के अंदर हम जो देखने वाले हैं द पावर ऑफ डिस्क्रिप्शन, क्या होता है ये डिस्क्राइब करना, तो इसे हम इस वीडियो में पूरा समझने वाला है। ഹിന്ദിയിലെ രണ്ട് ഫ്രേസസ് ആണ്, ഒന്ന് വിശേഷമാണ് ഒന്ന് വിശേഷണമാണ്. ഇതിന് വളരെ വ്യക്തമായിട്ട് നമ്മൾ ഒരു വീഡിയോയിൽ മനസ്സിലാക്കാൻ പോവാണ്. तो बच्चों, आप सबका स्वागत है हमारी जो हिंदी विद एजुपोर्ट का एक नए सेक्शन के अंदर. तो बच्चों रेडी? तो बच्चों कैसे हैं आप सब? सो इस वीडियो में हम जो देखने वाला है विशेष और विशेषण से क्या तात्पर्य है. വിശേഷ അതുപോലെ തന്നെ വിശേഷൺ എന്ന് ഹിന്ദിയിൽ നമ്മൾ ഉപയോഗിക്കുന്നതിനെ വളരെ ക്വിക്ക് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതിനു മുമ്പായിട്ട് इससे पहले आप बोर्ड के अंदर एक पिक्चर देख सकते हैं. അതിനു മുമ്പായിട്ട് നിങ്ങൾക്ക് എന്താണ് ബോർഡിൽ ഒരു പിക്ചർ കാണാൻ സാധിക്കുന്നതാണ്. സോ इसमें आप क्या देख सकते हैं എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയും സർ ജി വഹാ ഫൂൽ ദേഖ് സക്താ ഹൂം, അവിടെ എന്താണ് പൂക്കൾ കാണാൻ സാധിക്കുന്നതാണ്, പൂവ് കാണാൻ സാധിക്കുന്നതാണ് നിങ്ങൾ പറയും. സോ ബച്ചോ, इसमें सिर्फ फूल है क्या? ഇതിൽ എന്താണ് പൂക്കൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, വഹാ എക് ഫൂൽ ഹെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പൂക്കൾ മാത്രം എന്ന് പറഞ്ഞാൽ അതിനെന്താണ് ഒരു പൂർണ്ണത നമ്മൾക്ക് ലഭിക്കുന്നില്ല അല്ലേ. മറിച്ച് ഇവിടെ എന്താണ് ഇതിന് വ്യത്യസ്ത തരത്തിലുള്ള സെപ്പൽസ് ആൻഡ് പെറ്റൽസ് നിങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും അല്ലേ. വെറും പൂവല്ല, മറിച്ച് ഒരുപാട് സെപ്പൽസ് ആയിട്ട് പെറ്റൽസ് അതിന് ഒരുപാട് ഫാമിലി നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ലിലിയേഷ്യേ, സൊളാനേഷ്യേ, ഫാബേഷ്യേ എന്നൊക്കെ പറഞ്ഞാൽ അതിനൊരു ഫാമിലി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും ബയോളജിൻ്റെ അകത്ത്. സോ ഇതിനെ നമുക്കൊരു വ്യത്യസ്തമായിട്ട് അതിലൊന്നും ഞാൻ അതിന് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. മറിച്ച് ഈ ഫൂൽ എന്നതിന് പകരം അവിടെ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈസ് ദാറ്റ് ദ ഹോൾ സ്റ്റോറി എന്നൊരു കാര്യം ഇത് തന്നെയാണ്. ഇത് പൂർണ്ണമായോ, ഇത് പൂർണ്ണമായോ, ചിത്രത്തെക്കുറിച്ച് നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ ഇത് പൂർണ്ണമായോ ആയിട്ടില്ല. മറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു, അവിടെ സുന്ദരമായിട്ടുള്ള പൂക്കൾ കാണാൻ സാധിക്കുന്നു സർജി എന്ന് പറയുമ്പോഴാണ് ആ ഒരു ചിത്രത്തിന് പൂർണ്ണത നമുക്ക് ലഭിക്കുന്നത്. സോ ഹൗ യു ഡിസ്ക്രൈബ് ദ ഫ്ലവർ എന്നൊരു കാര്യമാണ്. എങ്ങനെയാണ് നിങ്ങൾ ആ പൂവിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതുപോലെ വേറൊരു സാധനം അല്ലെങ്കിൽ വേറൊരു മെറ്റീരിയൽ, വേറൊരു പ്രോപ്പർട്ടി നിങ്ങളുടെ മുന്നിലുണ്ടാണെങ്കിൽ അതിനെ നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യുന്നു. मेरे सामने क्या होता है, एक बोतल है ना, एक बोतल नहीं एक जग होता है, नहीं तो कप बोल सकता है. ये कप ഞാൻ എന്ന് പറയുന്നു പീല രംഗ് കാ കപ്പ് എന്ന് പറയുന്നത് വെറും കപ്പ്. मेरे सामने एक कप है എന്ന് പറയുന്നത് പീല കപ്പ്, एक पीला रंग का कप मेरे हाथ में है എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് അവിടെ ഒരു പൂർണ്ണത ലഭിക്കുന്നു. तो इसी चीज को मैं हम जो आज देखने वाला है നമ്മൾ ഇതിനെയാണ് നമ്മൾ നോക്കുന്നത്. സോ റെഡി ബച്ചോ? സോ इसमें क्या देख सकते हैं, ഇതിലെന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ എന്ന് പറയുമ്പോൾ എന്താണ് യേ एक सुंदर फूल है എന്ന് പറഞ്ഞു അല്ലേ. സോ സുന്ദർ എന്ന് പറയുന്നത് മാത്രമാണോ? ഇതിനെങ്ങനെയാണ് ഈ കേശ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം അല്ലെ. കേശ ഹേ എന്ന് ചോദിക്കാൻ നിങ്ങൾ എന്ന് പറയുന്നുണ്ട്, അതിന് എങ്ങനെയാണ് എന്ന് പറയുവാണ് സുന്ദർ എന്ന് പറയും. മറിച്ച് അവിടെ കിത്തന എന്നൊരു കാര്യം വരും അല്ലെ. കിത്തന എന്നൊരു കാര്യവും അവിടെ വരുന്നൊരു കാര്യമാണ്. കിത്തന ഹേ, കിത്തന ഫൂൽ കിത്തന ഹേ, तो बहुत सारा फूल है, बहुत सारा फूल है എന്നൊരു കാര്യം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അല്ലെ. ഒന്നാണോ രണ്ടാണോ നാലാണോ ഒരു 12 എണ്ണം വരുമ്പോൾ എന്താണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, 12ഓളം വരുന്നുണ്ട്. സോ ക്യാ ഹോത്താ ഹേ യേ കിത്തന എന്നൊരു ക്വസ്റ്റ്യനും അവിടെ വരുന്നു. സോ അതും ഇവിടെ പ്രസക്തിയുണ്ട്. സോ എങ്ങനെയെന്ന് ചോദിക്കാം, എത്ര എണ്ണെന്നും പറയാം. ഇതിനാണ് വിശേഷണം എന്ന് പറയുന്നത്. സോ ഇതിനെ വളരെ വ്യക്തമായിട്ട് ഒന്നും കൂടെ നമുക്ക് മനസ്സിലാക്കാം. റെഡി വെച്ചോ? സോ ക്യാ ഹോത്താ ഹേ ദ പവർ ഓഫ് വേർഡ് എന്നൊരു കാര്യമാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. സോ ഹൗ മെനി എന്നൊരു കാര്യത്തിനാണ് നമ്മൾ എന്ന് പറയുന്നത് കിത്തന എന്നൊരു കാര്യം പറയുന്നത്. എങ്ങനത്തെയാണ്, വാട്ട് കൈൻഡ് ഓഫ് തിങ് ആണെന്ന് ചോദിക്കുമ്പോഴാണ് നമ്മൾ പറയുന്നത് കേശ എന്ന് പറയുന്നത്. സോ അതിന് ഡീറ്റെയിൽ ആയിട്ട് ഒന്നുമില്ല, ഇത്ര മാത്രമേ ഉള്ളൂ. ഈ ഒരു കാര്യത്തിലൂടെ നിങ്ങൾക്ക് അതിനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നമ്മളിവിടെ കാണാൻ എന്താണ് ഫൂൽ എന്നൊരു കാര്യം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു അല്ലെ. യഹാ ക്യാ ഹോത്താ ഹേ ഫൂൽ എന്നൊരു കാര്യമുണ്ട്. इसमें आप क्या देख सकते हैं, സുന്ദർ എന്നൊരു കാര്യമാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഈ പൂക്കളെ വിശേഷിപ്പിക്കുന്ന ഒരു കാര്യം സുന്ദർ എന്നൊരു കാര്യം പറഞ്ഞു. അപ്പൊ നമ്മൾ എന്തായി, ഈ സുന്ദർ ഫൂൽ ആകുമ്പോഴാണ് എന്തായി മാറി, ഈ സുന്ദർ ഫൂൽ എന്നൊരു കാര്യമാണ് ആ പൂവിന് പൂർണ്ണത കൊടുക്കുന്നത്. സോ അതിനെയാണ് ആ ഒരു പൂവിനെ കുറിച്ച് പൂർണ്ണമായിട്ട് പറയുന്നത്. ആ പൂർണ്ണമായിട്ട് ആ ഫ്ലവറിനെ വ്യക്തമാക്കുന്ന ആ സുന്ദർ എന്നൊരു കാര്യം വേർഡ് വരുമ്പോഴാണ് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വിശേഷണം എന്ന് പറയുന്നത്. സോ ഇംഗ്ലീഷിൽ ഇതിനെ അഡ്ജക്റ്റീവ് എന്ന് പറയും. സോ അഡ്ജക്റ്റീവ് ആണ് എന്താണ് വിശേഷണം എന്ന് പറയുന്നത്. സോ റെഡി വെച്ചോ? ये क्या होता है, ये है एडजेक्टिव. ये क्या फूल होता है, इसमें पूरी तरह इतना ही है, सिर्फ क्या वहां आप बोल सकते कि वहां एक फूल, फूल बोल दिया तो क्या हो गया, वहां एक फूल है എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പൂർണ്ണതയില്ല. മറിച്ച് നിങ്ങൾ പറയുന്നു वहां एक सुंदर फूल है എന്ന് പറയുമ്പോൾ എന്താണ് इसमें एक पूर्णता, इसमें अंदर क्या होता है, पूरी तरह से ഒരു പൂർണ്ണത ഇവിടെ ലഭിക്കുവാണ്. इसी को क्या बोलते हैं, വഹാ എക് സുന്ദർ ഫൂൽ ഹേ എന്ന് പറയുമ്പോൾ ഈ ഒരു സുന്ദർ എന്നൊരു കാര്യമാണ് അഡ്ജക്റ്റീവ് ആയിട്ടുള്ള നമ്മൾ പറയുന്ന വിശേഷണം എന്നൊരു പറയുന്ന കാര്യം. ഈ ഫൂലാണ്, ഫൂല് സബ്ജക്ട് ക്യാൻ ബി നൗൺ ആർ പ്രൊനൗൺ. സബ്ജക്റ്റ് ആണ് ഫൂൽ എന്ന് പറയുന്നത്. അത് നൗൺ ആകാം അല്ലെങ്കിൽ പ്രൊനൗൺ ആകാം. ഇവിടെ എന്താണുള്ളത്, നൗൺ ആയിട്ടാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. റെഡി വെച്ചോ? സോ ഏ നൗൺ ഹേ तो റെഡി. സോ സമझ में आ रहा है, നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവുന്നു എന്ന് വിചാരിക്കുന്നു. അതിനൊരു എക്സാമ്പിൾ ഞാൻ ഇത്ര തന്നെ മാത്രമേ ഉള്ളൂ. ഒരു കാര്യത്തെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നതിനാണ് വിശേഷണം എന്ന് പറയുന്നത്. നല്ലത്, മോശം, ഇതിങ്ങനെ പറയുന്ന ഒരു കാര്യത്തെ ഏതെങ്കിലും ഒരു സ്റ്റാർ ആയിട്ട് നിൽക്കുന്ന ഒരാൾ, ആ വേർഡിൽ സ്റ്റാർ എന്ന് പറയുന്നതാണ് ഇനി അടുത്തത് വിശേഷം എന്ന് പറയാൻ പോകുന്നത്. മറിച്ച് ആ ഒരു വേർഡിൽ ആരെക്കുറിച്ചാണോ, അതിൽ മെയിൻ ആയിട്ടുള്ള നമ്മൾ പറയുന്ന സബ്ജക്റ്റ് ഏതാണെന്ന് മനസ്സിലാക്കി അതിനെ വിശേഷിപ്പിക്കുന്നത്, സബ്ജക്റ്റിനെ ഒന്ന് പൊക്കിയടിക്കാൻ ഉപയോഗിക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നു, തൊട്ടടുത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഞാൻ പറയുന്നു
നീ സൂപ്പറാണ് അല്ലേ, നീ സൂപ്പറാണ്, നീ മാസാണെന്നൊക്കെ പറയുന്ന പോലെ അവനൊന്ന് പൊക്കിയടിക്കുന്ന ഈ സൂപ്പറാണ് മാസാണെന്നൊക്കെ പറയുന്നത് അവിടെയാണ് നീയാണ് പറയുന്നത് അല്ലേ. ആ നീ എന്ന് പറയുന്നതാണ് വിശേഷ്. മറിച്ച് നീ സൂപ്പറാണ് മാസാണെന്ന് പറയുന്നത് ഇതാണ് ഈ വിശേഷൺ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, സബ്ജക്റ്റിനെ വിശേഷിപ്പിക്കുന്നതാണ് വിശേഷൺ എന്ന് പറയുന്നത്. സോ ഇനി വിശേഷ് എന്താണ് നമുക്ക് മനസ്സിലാക്കാം. വിശേഷ് സെ ക്യാ താത്പര്യ ഹേ. വിശേഷ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് അതിന്റെ മെയിൻ ക്യാരക്ടറാണ്, ദ സ്റ്റാർ ഓഫ് ദ വേർഡ് എന്ന് തന്നെ പറയാം. കാരണം ആ ഒരു വേർഡ് ആ കംപ്ലീറ്റ് സെന്റൻസിൽ സ്റ്റാർ ആണ് ആര് നമ്മുടെ ഈ സബ്ജക്ട് എന്ന് പറയുന്ന വിശേഷ് എന്ന് പറയുന്നത്. സോ നമ്മൾ അവനെ പൊക്കിയടിക്കുമ്പോൾ അവൻ സ്റ്റാർ ആയി മാറില്ല, അവൻ ഐ എം ഗുഡ് റൈറ്റ്, അവൻ എന്നെ പൊക്കിയടിക്കുന്നു. സോ മേ തോ കുച്ച് ജ്യാദാ ആജ്കൽ ബൻ റഹാ എന്നൊരു കാര്യം അവനിൽ തോന്നാം. സോ അവനെ അതുപോലെ തന്നെയാണ് ഈ സ്റ്റാർ ഓഫ് ദ വേർഡ് എന്ന് പറയുന്നത്. നൗൺ ഓർ പ്രൊനൗൺ ബീങ് ഡിസ്ക്രൈബ്ഡ്, നൗൺ അല്ലെങ്കിൽ പ്രൊനൗൺ അതിന് ഡിസ്ക്രൈബ്ഡ് ആവുന്നത് കൊണ്ടാണ് അതെന്ത് പറയുന്നത് വിശേഷ് എന്ന് പറയുന്നത്. സോ ബച്ചോ ഇസ്മേ ക്യാ ഹേ, നേരത്തെ പറഞ്ഞ വേർഡിൽ ഞാൻ പറഞ്ഞു ഫൂൽ എന്നൊരു കാര്യമാണ്. ഓക്കെ, നോക്ക് അല്ലെങ്കിൽ എന്താണ് അവൻ. ഓക്കെ, വഹിന്റെ അർത്ഥം നമ്മൾ പറയാറുണ്ട് അവനാകാം. ഓക്കെ, ദേഖ് സക്തേ ഹേ, അവനാകാം, അവളാകാം, അല്ലെങ്കിൽ എന്തൊക്കെ ആവാം അത് എന്നൊരു കാര്യം കൂടെ വരാം. സോ അവനാകാം, അവളാകാം, അതാകാം. വഹ് ഏക് ക്യാ ഹോത്താ ഹേ അച്ഛാ, വഹ് ഏക് അച്ഛാ ലഡ്കാ ഹേ, വഹ് ഏക് അച്ഛാ ലഡ്കാ ഹേ. तो इसमें क्या है, ഇതിൽ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞ നൗൺ ഏതാണ്, നമ്മൾ നൗൺ മനസ്സിലാക്കി. ഈ നൗൺ എന്നൊരു കാര്യം തന്നെയാണ് ഇവിടെ നൗൺ ആണുള്ളത്. സോ അതെന്താണ്, അതാണ് നമ്മൾ എന്ന് പറയുന്ന കാര്യം. ഇത് തന്നെയാണ് ഹിന്ദിയിൽ സജ്ഞ എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ പറയുന്നത് വിശേഷ് എന്നൊരു കാര്യം വരുന്നത്. വിശേഷ് എന്ന് പറയുന്നത് ഇതിനെയാണ് പറയുന്നത്. तो बच्चों റെഡി. മറിച്ച് ഇവിടെ എന്താണ് അച്ഛ എന്ന് പറയുന്നത് നമ്മൾ എന്താണ് അഡ്ജക്റ്റീവ് ആണ്, ADJ ആണ്. സോ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് വിശേഷൺ എന്ന് പറയുന്നത്. ഇതിനെയാണ് അച്ഛ എന്ന് പറയുന്ന കാര്യമാണ് വിശേഷൺ. മറിച്ച് ലഡ്ക എന്ന് പറയുന്നത് ആരെയാണോ വിശേഷിപ്പിക്കുന്നത് സോ അതിനെയാണ് വിശേഷ് എന്ന് പറയുന്നത്. റെഡി വെച്ചോ, സമജ് മേ ആ രഹാ റെഡി. സോ ഇതിന് നിങ്ങൾക്ക് എന്താണ് വിശേഷത്തിനെ എങ്ങനെ കണ്ടെത്താം എന്നൊരു കാര്യമാണ്. വിശേഷത്തിനെ എങ്ങനെയാണ് വിശേഷ് എന്നൊരു കാര്യത്തിനെ എങ്ങനെ കണ്ടെത്താം എന്നൊരു കാര്യമാണ് നേരത്തെ പറഞ്ഞ കാര്യം. നമ്മൾ നേരത്തെ ഇവിടെ എന്താണ് കണ്ടിട്ടുണ്ടായിരുന്നത്, ഇത് സുന്ദർ എന്നൊരു കാര്യമാണ് നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നല്ലേ വെച്ചോ. ഇസ്മേ ആപ് ക്യാ ദേഖാ സുന്ദർ എന്നൊരു കാര്യമാണ് നേരത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇവിടെ എന്താണുള്ളത് ഫൂൽ എന്നൊരു കാര്യമാണ്. ഏതിനെയാണോ വിശേഷിപ്പിക്കുന്നത് അതിനെയാണ് വിശേഷൺ എന്ന് പറയുന്നത്. എന്താണ് വിശേഷിപ്പിക്കുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. വിശേഷൺ എന്ന് പറയുന്നത് ഏതിനെയാണോ വിശേഷിപ്പിക്കുന്നത് അതാണ് വിശേഷ് എന്ന് പറയുന്നത്. ഏതിനെയാണോ വിശേഷിപ്പിക്കുന്നത് അതിനെയാണ് വിശേഷ് എന്ന് പറയുന്നത്. എന്താണോ വിശേഷിപ്പിക്കുന്നത് അതാണ് വിശേഷൺ എന്ന് പറയുന്നത്. റെഡി വെച്ചോ. സുന്ദർ ഫൂൽ എന്ന് പറയുന്നത് ഇവിടെ സുന്ദർ ഫൂൽ എന്ന് പറയുമ്പോൾ ഫൂൽ ആണ് ഡിസ്ക്രൈബ്ഡ് ആകുന്നത്. ഫൂൽ എന്നൊരു കാര്യത്തെ കുറിച്ചാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. സോ ഇതിനെന്താണ് പറയുന്നത്, ഇതിനെയാണ് വിശേഷ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദാറ്റ് ഈസ് നോൺ ആസ് സ്റ്റാർ ഓഫ് ദ ഷോ. ഓക്കെ, സ്റ്റാർ ഓഫ് ദ ഷോ ആയിട്ട് മാറുന്ന ആൾ തന്നെയാണ് സ്റ്റാർ ഓഫ് ദ സെന്റൻസ് ആണ്. സോ ഇതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് വിശേഷ് എന്ന് പറയുന്നത്. റെഡി വെച്ചോ, സമജ് മേ ആ രഹാ. സോ നമുക്കത് വളരെ ക്വിക്കായിട്ട് നമുക്കിതിനെ രണ്ടും എങ്ങനെയാണ് വർക്ക് ആവുന്നത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. യെ സാത്ത് കാം കർത്താ ഹൈ, ഇത് രണ്ടും ഒരുമിച്ചാണ്. ഈ രണ്ടും വിശേഷ ആയിക്കോട്ടെ വിശേഷൺ ആയിക്കോട്ടെ ഒരു സെന്റൻസിൽ ഒരുമിച്ചാണ് ജോലി ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. വിശേഷൺ നീഡ്സ് വിശേഷ ടു ഡിസ്ക്രൈബ്, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സോ വിശേഷണത്തിന് എന്താണ് വിശേഷത്തിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ ആവശ്യമുണ്ട്. വിശേഷൺ നീഡ്സ് വിശേഷ ടു ഡിസ്ക്രൈബ്, വിശേഷ നീഡ്സ് വിശേഷൺ ടു ഡീറ്റെയിൽ. ഒന്നിനെ ഡീറ്റെയിൽ ചെയ്യാനാണ് എന്തിൻ്റെ ആവശ്യം, വിശേഷണൻ്റെ ആവശ്യമുണ്ട്. വിശേഷക്ക് നൗണിന് വിശേഷൻ്റെ ആവശ്യമുണ്ട്. എന്തിനാണ് ഡിസ്ക്രൈബ് ചെയ്യാണ്. ഇത്ര ടങ് ടിസ്റ്റർ റൈറ്റ് ബച്ചോ, ടങ് ടിസ്റ്റർ भी लगाते हैं. വിശേഷൺ ആ बोल दिया तो ടങ് ടിസ്റ്റർ ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം ഹിന്ദിയുടെ അകത്ത്. സോ എന്താണ് വിശേഷത്തിന് എന്താണ് വിശേഷ നീഡ്സ് വിശേഷമാണ്. വിശേഷയായിട്ടുള്ള സജ്ഞക്ക് അല്ലെങ്കിൽ എന്താണ് ഒരു സബ്ജക്റ്റിന് എന്തിനു ആവശ്യമുണ്ട് വിശേഷൻ്റെ ആവശ്യമുണ്ട് അതിനെ ഡീറ്റെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ എന്താണ് വിശേഷന് എന്ത് വേണം വിശേഷ വേണം. വിശേഷണായിട്ടുള്ള ഒരാൾ വെറുതെ അച്ഛ എന്ന് പറഞ്ഞാൽ അച്ഛ സുന്ദർ എന്ന് പറഞ്ഞാൽ എവിടെയും കാര്യമില്ലല്ലോ. മറിച്ച് എവിടെയെങ്കിലും കൊണ്ടുപോയി എത്തിക്കണ്ടേ, അവൻ അച്ഛ എന്ന് പറയുമ്പോഴാണ്. അതിനെയാണ് വിശേഷ ടു ഡിസ്ക്രൈബ് എന്നൊരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുള്ളത്. വിശേഷൺ ഡിസ്ക്രൈബ്സ് വിശേഷ് എന്നൊരു കാര്യവും സുന്ദർ ഡിസ്ക്രൈബ്സ് ക്യാ ഹോത്താ ഹൈ ഫൂൽ, അതാണ് നിങ്ങൾക്ക് ഇവിടെ പറയുന്നത്. ദേ ആർ ടീം റൈറ്റ്. ഇപ്പോൾ അവരെന്തായി ടീമായി മാറി എന്നൊരു കാര്യമാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. റെഡി വെച്ചോ, റെഡി. സോ വിശേഷൻ ഓർ വിശേഷ് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി. സോ നിങ്ങൾക്കുള്ള ഒരു ക്വിക്കായിട്ടുള്ള ക്വസ്റ്റ്യൻ, നിങ്ങൾ ഇത് മനസ്സിലാക്കിയെങ്കിൽ നിങ്ങളുടെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുന്നതാണ്. സോ നിങ്ങൾ ഇതിലെന്താണ് ചെയ്യുന്നത്, ബഡാ ഹാത്തി എന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ബഡാ ഹാത്തി വിച്ച് ഈസ് ദ ഡിസ്ക്രൈബിംഗ് വേർഡ് എന്നൊരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഈസ് ദ ആരാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് ഹാത്തി എന്ന് എഴുതിയിട്ട് നിങ്ങൾക്ക് ഏതാണ് ബഡാ ഹാത്തിയിൽ ഏതാണ് അഡ്ജക്റ്റീവ് ആയിട്ടുള്ള വിശേഷൻ, അതുപോലത്തെ ഏതിനെയാണോ വിശേഷിപ്പിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ വിശേഷൺ ഏതാണ് ഈ ബഡാ ഹാത്തിയിൽ ഏതാണ് വിശേഷൻ, അതുപോലെ തന്നെ വിശേഷം നിങ്ങൾക്ക് അറിയെങ്കിൽ കമന്റ് ബോക്സിൽ ഇടൂ. അതുപോലെ തന്നെ അതിന്റെ ആൻസർ യഹാ പേ ഹേ
तो क्या है इसका आंसर? इसका आंसर मैं बताता हूँ. अगले वाले का जो आंसर आप बोलना है. അടുത്തതിന്റെ ആൻസർ നിങ്ങൾ പറയണം. റെഡി? ബഡാ ഹാത്തി എന്ന് പറയുന്നത് എന്തിനാണ്? ബഡാ എന്ന് പറയുന്നതാണ് വിശേഷണം, വളരെ വലുത്. വലുത് കേശ എന്ന് ചോദിക്കുമ്പോൾ വലുത് എന്ന് പറയുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? വിശേഷണം എന്ന് പറയുന്നത്. ഹാത്തി ആന, ആരാണ്? ദ സ്റ്റാർ എന്ന് പറയുന്ന ആനയാണ് അല്ലെ, ആനയാണ് വിശേഷിപ്പിക്കുന്നത്. അതാണ് സബ്ജക്റ്റ്, അതാണ് നൗൺ ആയിട്ട് വരുന്നത്. സോ इसमें क्या आता है? ഇതിനാണ് ഹാത്തിയാണ് ഇവിടെ നമ്മൾ പറയുന്നത്. ബഡാ എന്ന് പറയുന്നതാണ് इसका जो क्या होता है? विशेषण होता है. इसका जो विशेषण क्या होता है? बड़ा होता है. मरिच विशेष्य എന്ന് പറയുന്ന ആരാണ്? ഹാത്തിയാണ്. സോ ബച്ചോ റെഡി? റെഡി? സോ സമझ में आ रहा है? വളരെ ഈസി ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു. അടുത്തൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ട്. സോ ബോൾ റേ തീൻ കിതാബേം, അത് കിത്തന എന്നൊരു എണ്ണത്തിലാണ്. നേരത്തെ കേശേ എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇനി എത്ര എന്ന കിത്തന എന്നതിനെ നമുക്ക് മനസ്സിലാക്കാൻ പോവുകയാണ്. കിത്തന എന്നതിന്റെ ഇതിന്റെ ഉത്തരം അറിയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കമന്റ് ബോക്സിൽ, ഇതാണ് നിങ്ങൾക്കുള്ള ചോദ്യം, വിച്ച് ഈസ് ദ ഡിസ്ക്രൈബിംഗ് വേർഡ്, ഏതിനാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്നൊരു കാര്യം നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടണം. ആരാണ് വിശേഷ്, ആരാണ് വിശേഷൺ എന്ന് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ കമന്റ് ബോക്സ് മേ അപ്നാ ജവാബ് ഡാലോ. ठीक है बच्चों, तो വിശേഷ और വിശേഷൻ, ദ പവർ ഓഫ് ഡിസ്ക്രിപ്ഷൻ എന്നൊരു കാര്യം നമ്മൾ പഠിച്ചിരിക്കുകയാണ്. സോ ഒരിക്കലും ഇത് നിങ്ങൾക്ക് ലൈഫ് ലോങ് എന്തായാലും ആവശ്യമുള്ളതാണ്. സോ പിന്നീട് നിങ്ങൾക്ക് ലൈഫിൽ ആവശ്യം വരും. എന്താണ് ഈ വിശേഷ और വിശേഷൻ? എപ്പോഴും UG ആയിക്കോട്ടെ PG ലെവലിൽ എത്തിയാൽ പോലും ഇതിന് കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. സോ ബച്ചോ റെഡി? तो ठीक है बच्चों, तो ഇതിൽ നമ്മൾ ഇനി ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കാണ്. ഇതിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുന്നു വിചാരിക്കുന്നു. സോ ഇവിടെ ഞാൻ ബ്ലാങ്ക് ആക്കിയിട്ടുണ്ട്. സോ നിങ്ങൾ ഇതിന്റെ ആൻസർ കമന്റ് ബോക്സ് में आपको डालना है. റെഡി ബച്ചോ? तो റെഡി? സോ അത് അടുത്ത് എന്താണ്? आपको बधाई हो, कंग्रेट्स फॉर यू ऑल. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു क्या है विशेषण. അതാണ് വിശേഷൺ എന്ന് പറയുന്നത്. എന്താണ്? यू आर अ डिटेक्टिव बच्चों, आप लोग डिटेक्टिव है, आप लोग अच्छे से समझ में आया है. तो इसमें क्या होता है? डिस्क्राइबिंग द वर्ड ആണ് എന്താണ് വിശേഷൺ. ഒരു കാര്യത്തെ വിശേഷിപ്പിക്കുന്നതാണ്, ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് വിശേഷണം എന്ന് പറയുന്നത്. ദ വേർഡ് ബീയിങ് ഡിസ്ക്രൈബ്ഡ്, ആരെയാണോ വിശേഷിപ്പിക്കപ്പെടുന്നത് അതിനെയാണ് വിശേഷം എന്ന് പറയുന്നത്. നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരുന്നു. റെഡി ബച്ചോ? സോ ഇതിൽ നിങ്ങൾക്ക് എന്താണ്? നിങ്ങൾ കമന്റ് ബോക്സിൽ നേരത്തെ ചോദ്യത്തിന് ഉത്തരം തീൻ കിതാബിൽ ഏതാണ് വിശേഷ്, ഏതാണ് വിശേഷം എന്ന് നിങ്ങൾ ഡ്രോപ്പ് ചെയ്യണം കമന്റ് ബോക്സിൽ. എത്ര പേർക്ക് ശരി ഉത്തരം അറിയാം? तो देखते हैं. അതുപോലെ തന്നെ എന്താണ്? സോ റെഡി ബച്ചോ? इसमें क्या है? आगे क्या है? इसमें आगे हम देख सकते हैं. तो 5 എക്സാമ്പിൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇഷ്ടംപോലെ വേർഡ്സ് അതുപോലെ സെന്റൻസിൽ നിങ്ങൾക്ക് എന്താണ് ഇതുപോലത്തെ വിശേഷം ഒരുമിച്ച് കാണാൻ സാധിക്കുന്നതാണ്. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? 5 എക്സാമ്പിൾസ്, നിങ്ങൾ 5 എക്സാമ്പിൾസ് നിങ്ങൾക്ക് അത് കണ്ടെത്താൻ സാധിക്കണം. അതുപോലെ തന്നെ എന്താണ്? നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ഒരു ഡിസ്ക്രിപ്റ്റീവ് സെന്റൻസ് നിങ്ങളെ കൊണ്ട് തന്നെ ഒരു ഡിസ്ക്രിപ്റ്റീവ് സെന്റൻസ് നിങ്ങളെ കൊണ്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കണം. റെഡി ബച്ചോ? ഇസിലേ तो हम पढ़ रहे हैं, ഇതിന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. സോ ഇപ്പോൾ തന്നെ തുടങ്ങിക്കോളൂ. तो अच्छे से पढ़ो बच्चे. तो आप लोग की कमेंट बॉक्स में लगा दो और लाइक करो इस वीडियो को. तो मिलते हैं अगली वीडियो में, तब तक के लिए धन्यवाद. ठीक है बच्चों, थैंक यू.